നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പാപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. പാലുവായിലെ സ്ഥിരം കുറ്റവാളി റോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓണാഘോഷ നിറവിൽ നാട്. വിവിധയിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ സജീവം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പാപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ പിടികൂടാനെത്തിയ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ചീരംകുളം പാടത്തിന് സമീപം പ്രതിയും സംഘവും ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസിനെ കണ്ട പ്രതിയും സംഘവും ആക്രമണം നടത്തുകയായിരുന്നു. കുന്നംകുളം സ്റ്റേഷനിലെ CPOമാരായ രതീഷ്, ദേവനാരായണൻ എന്നിവർക്ക് പരിക്കേറ്റു. കഴുത്തിന് പരിക്കേറ്റ CPO രതീഷ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിയായ അദീബ് കാപ്പ പ്രകാരമുള്ള നടപടി നേരിട്ട ആളാണെന്നും കാലാവധി പൂർത്തിയായ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയതാണെന്നും പോലീസ് വ്യക്തമാക്കി. വധശ്രമം, ലഹരി വസ്തുക്കളുടെ കച്ചവടം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പഴഞ്ഞി കോട്ടോലിൽ നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. ആക്കിക്കാവ് ഭാഗത്ത് നിന്ന് പഴഞ്ഞി ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. KSEB ജീവനക്കാരെത്തി വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങി. പാലുവായിലെ സ്ഥിരം കുറ്റവാളി റോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം മദ്യപിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവലിനെ ആക്രമിച്ച കേസിലെ പ്രതിയും സ്ഥിരം കുറ്റവാളിയുമായ റോഷൻ എതിരെ കാപ്പ ചുമത്തണമെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയും തൈക്കാട് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. റോയ് നീലങ്കാവിലിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാലുവായ് കാർഗിലിൽ പ്രതിഷേധയോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി ചാവക്കാട്ടെ പോലീസ് കാപ്പ ചുമത്തേണ്ട പ്രതിയെ കാപ്പ ചുമത്താതെ CPMന്റെ ചിറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രതിയെ കാപ്പ ചുമത്തണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ രാജ്യത്ത് ഒരു സാമൂഹ്യ ദ്രോഹിയായ ഈ റോഷൻ എന്ന് പറയുന്ന മനു എന്ന് പറയുന്ന റോഷൻ, അതൊരു സാമൂഹ്യ ശല്യമാണ്. ഈ കാർഗിലിന്റെ പൊതു ശല്യമാണ്. അയാളെ കാപ്പ ചുമത്തി തുറങ്കലടയ്ക്കുവാൻ ചാവക്കാട് പോലീസ് തയ്യാറായില്ലെങ്കിൽ ചാവക്കാട് പോലീസോട് സൂചിപ്പിക്കുന്നു, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, രമേശ് ചെന്നിത്തലയാണ്. സംസ്ഥാനം ഭരിക്കുന്നത് LDF അല്ല, UDF ആണ്. UDFന്റെ ഭരണത്തിന്റെ ഗുണം ചാവക്കാട്ടെ പോലീസ് തിരിച്ചറിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷനായി. DCC സെക്രട്ടറി AT സ്റ്റീഫൻ മാസ്റ്റർ, പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, സേവാദൾ ജില്ലാ ചെയർമാൻ PD റപ്പായി, തൈക്കാട് മേഖലയിലെ കൗൺസിലർമാരായ ജോയ് ചെറിയാൻ, ജലീൽ പണിക്കവീട്ടിൽ, MV ബിജു, മഹറൂഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജെറോം ബാബു, ധനേഷ് ചുള്ളിക്കാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. പാലുവായ് കാർഗിൽ പ്രദേശത്ത് നിരന്തരമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും സാധാരണക്കാർക്ക് ശല്യമായി മാറുകയും ചെയ്യുന്ന നിരവധി കേസുകളിൽ പ്രതിയായ റോഷൻ എന്ന മനുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ചാവക്കാട് പോലീസ് സ്വീകരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി പാലുവായ് കാർഗിൽ മേഖലയിൽ CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെ ഗുണ്ടാപ്രവർത്തനങ്ങൾ വളർന്നുവരികയാണെന്നും ഭരണം മാറിയിട്ടും ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവർക്കു വേണ്ടി ഒത്താശ ചെയ്യുന്ന സാഹചര്യമാണുള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ആക്രമണത്തിൽ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിന് ഗുരുതരമായ പരിക്കേറ്റിട്ടും സംഭവത്തിന്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായും കോൺഗ്രസ് ആരോപിച്ചു. മുഹമ്മദ് ജിഫ്രി, RV ഫൈസൽ, ചാക്കോ ചക്കങ്കണ്ടം, റാഷിദ് എളവള്ളി, കോയ പോക്കാക്കില്ലത്ത്,
പീറ്റർ CA, മജീദ് പടുവിങ്കൽ, റെജി വിളക്കാട്ടുപാടം, ജിൽസ് തോമസ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി പൊതുനിരത്തുകൾക്കരികിലായാണ് മാലിന്യം തള്ളുന്നത്. സംസ്ഥാനത്ത് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ശുചിത്വവും ഉറപ്പാക്കിക്കൊണ്ട് മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള പദ്ധതിക്ക് കഴിഞ്ഞ സർക്കാർ തുടക്കം കുറിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ വേർതിരിച്ച് സ്വീകരിക്കുന്നതും തുടർന്നു വരുന്നുണ്ട്. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ ഇപ്പോഴും മാലിന്യം തെരുവിൽ വലിച്ചെറിയുന്നത് നിർബാധം തുടരുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പല മേഖലകളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യം. കേച്ചേരി പട്ടിക്കര റോഡ്, തലക്കോട്ടുകര റോഡ്, കേച്ചേരി ആളൂർ റോഡിലെ പെരുമണ്ണ് പാടശേഖര പരിസരം, ചൂണ്ടൽ ആശുപത്രി റോഡ് എന്നിവിടങ്ങളിലാണ് മാലിന്യം തള്ളുന്നത് പതിവായിട്ടുള്ളത്. റോഡരികിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലേക്ക് ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കിയാണ് മാലിന്യം വലിച്ചെറിയുന്നത്. ആരോഗ്യ വിഭാഗത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് പൊതു ഇടങ്ങളിലെ മാലിന്യം തള്ളുന്നതിലേക്ക് നയിക്കുന്നത്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതാണ് മാലിന്യം തള്ളുന്നത് നിർബാധം തുടരുന്നതിലേക്ക് നയിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് കർശന നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് മാലിന്യം തള്ളുന്നത് വ്യാപിക്കുമെന്നതിൽ തർക്കമില്ല. ഓണത്തിന്റെ സന്ദേശം പല രീതിയിലും പുതുമയാർന്ന കൊടുക്കൽ വാങ്ങലുകളിലൂടേതായിരുന്നു. ഓണവില്ലും ഓണക്കത്തിയും പോലെ അടിസ്ഥാന തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് വീടുകളിലെത്തിയിരുന്നു. അതെല്ലാം ഇന്ന് ഓണത്തിന്റെ സ്മൃതികളിൽ ഉറങ്ങുന്നു. ചെറുബാല്യങ്ങൾക്ക് അനുഭവാതീതമായ ഓണസഞ്ചി പുതുതലമുറയ്ക്ക് നൽകി ഓണത്തിന്റെ സന്ദേശം നൽകുകയാണ് വേലൂർ ചെറുവത്തൂർ ദേവസി ഭാര്യ CV ഓമന. പൂവിളികൾ നിലച്ചുപോയ കാലഘട്ടത്തിൽ ജനിക്കേണ്ടി വന്ന കുട്ടികൾക്ക് ഓണസഞ്ചി സമ്മാനിച്ചുകൊണ്ടാണ് ഓമന പഴയകാല ഓണത്തിന്റെ മിത്തുകളും ഐതിഹ്യങ്ങളും പകർന്നു നൽകിയത്. വരവു പൂക്കൾ കൊണ്ട് പൂക്കളമിടുന്ന പുതുതലമുറയ്ക്ക് ഓണത്തിന്റെ പട്ടുകോണകവും ഓണവില്ലും ഓണക്കത്തിയും ഓണപ്പലകയും കേട്ടുകേൾവിയില്ലാത്തതാണ്. തിരുവോണത്തിന് മുമ്പ് വീട് വീടാന്തരം കയറിയിറങ്ങി നെല്ലോ അരിയോ പണമോ പ്രതിഫലമായി സ്വീകരിച്ച പെരുവണ്ണാന്മാർ കുട്ടികൾക്കായി ഒരുക്കി നൽകുന്ന ഓണസഞ്ചിയും ഒരു കാലഘട്ടത്തിന്റെ മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുരുന്നുകളിൽ സമ്പാദ്യശേഖരണം ശീലിപ്പിക്കുന്ന പഴമക്കാരുടെ വിദ്യ കുട്ടിസഞ്ചികളിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഓണസഞ്ചി സമ്മാനിച്ച് CV ഓമന പഠിപ്പിക്കുകയാണ്. പൂവിളികളും പൂക്കുടയുമായി പാടത്തും തൊടിയിലും നിന്നും അറുത്തെടുത്ത പൂക്കൾ കൊണ്ട് പൂക്കളമിട്ടിരുന്ന കാലത്തെ ഓർമ്മിപ്പിച്ച് ഓണക്കാല സംസ്കാരത്തെയും തനിമയെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഓമന ഇവർക്ക് ഗുരുവായിത്തീരുന്നത്. കാർഷിക സംസ്കാരം ശോഷിച്ചതോടെ ഓണക്കാഴ്ചകൾ ഇല്ലാതാവുകയും ആചാരങ്ങളും ആഘോഷങ്ങളും വെറും ചടങ്ങുകളായി ശുഷ്കിച്ചു പോകുന്നുവെന്ന സത്യമാണ് ഓണസഞ്ചിയിലൂടെ പകർന്നു നൽകുന്നത്. കുന്നംകുളം വൈസ്മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം YMCA ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജെബീന വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡിസ്ട്രിക്ട് ഗവർണർ VK ഡെന്നി ഉദ്ഘാടനം ചെയ്തു. YMCA സബ് റീജിയൻ ചെയർമാനായി ചുമതലയേറ്റ ജോബിൻ C പീറ്ററെ ആദരിച്ചു. സണ്ണി PC ഓണസന്ദേശം നൽകി. സെക്രട്ടറി റിയാസി ജോയ്, അനിൽ PI, വർഗീസ് ചെറി, ഷൈജൻ C ജോബ, CK അപ്പുമോൻ, വർഗീസ് ജോൺ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളുണ്ടായി. സദ്യയുമുണ്ടായിരുന്നു. കടവലൂർ പഞ്ചായത്ത് മോഡൽ CDSന്റെ നേതൃത്വത്തിൽ വീരനാട്യ മത്സരം നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി നിർവഹിച്ചു. കടവലൂർ സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത മത്സരത്തിൽ ടീം മഹാമയ പള്ളിക്കുളം 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം ആദിജ്വാല ആനക്കല്ലും 3ാം സ്ഥാനം സാരസം കൊരട്ടിക്കരയും നേടി. വിജയികൾക്ക് ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ മൊമന്റോയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ സ്രായിൽ അക്ഷര കലാകായിക സംസ്കാര വേദിയുടെ 25ാം വാർഷികവും ഓണാഘോഷവും സമുചിതമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. അക്ഷര സെക്രട്ടറി PR സൗരവ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സന്ധ്യ സജിത് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, അക്ഷര പ്രസിഡന്റ് MV അനീക്, പ്രോഗ്രാം കൺവീനർ MB സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കപ്പിത്താനായി ചുമതലയേറ്റ നിത്യുഷ് V മോഹൻ, കവയത്രി ശോഭ ജയശങ്കർ, കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകിയ PS മണികണ്ഠൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികൾ, സമ്മാന വിതരണവും ഉണ്ടായി.
ഓണാഘോഷത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ എയ്യാൽ പാറപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടത്തിൽ ഓട്ട മത്സരം സംഘടിപ്പിച്ചു. ചീനിക്കൽ മോഹനൻ മെമ്മോറിയൽ ഓട്ട മത്സരത്തിന്റെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി നിർവഹിച്ചു. ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എ.സി. അഖിൽ അധ്യക്ഷനായി. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.എം. നൌഷാദ്, മുൻ ഗുജറാത്ത് ഫുട്ബോൾ ക്യാപ്റ്റൻ ടി.എ. മണി, ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ സെക്രട്ടറി കെ.വി. ഗിൽസൺ, വാർഡ് മെമ്പർ ഗീത രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. എയ്യാൽ ഗ്രാമോത്സവം സംഘാടക സമിതി ചെയർമാൻ എ.എസ്. സുബിൻ, കെ.കെ. ശരത്ത്, കെ.വി. അഭിഷേക്, എം.ബി. വിഷ്ണു, മഞ്ചിമ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുലു 1-ാം സ്ഥാനവും അഭിഷേക് ആദൂർ 2-ാം സ്ഥാനവും അർജുൻ 3-ാം സ്ഥാനവും നേടി. ചാവക്കാട് തിരുവത്ര താഴത്ത് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുഷ്ര മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. അതിർത്തി ടി.എം. അബ്ദുൽ ഖാദറിന്റെ വസതിയിൽ നടന്ന ചടങ്ങ് കിറാമൻകുന്ന് മഹല്ല് ഖത്തീബ് മുഹമ്മദ് സാബിദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ടി.എം. സലാം അധ്യക്ഷനായി. ഭാരവാഹികളായ സെക്രട്ടറി എൻ.വി. അഷ്റഫ്, ടി.എം. ഹംസക്കുട്ടി, എ.എം. ശിഹാബ്, നൈനാൻ നവാസ്, ടി.എം. സലീം, ആർ.എച്ച്. ഹാരിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. കണ്ടാണിശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് എം.കെ. അർജുനൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം സംസ്ഥാനതല ഗാനാലാപന മത്സരം അർജുനഗീതം ഓഗസ്റ്റ് 30-ന് സംഘടിപ്പിക്കും. മത്സരങ്ങൾ കണ്ടാണിശ്ശേരി മാക് ഹാളിൽ രാവിലെ 9-ന് ആരംഭിക്കും. 10 വയസ്സ് മുതൽ 20 വരെയും 21 മുതൽ 50 വയസ്സുവരെയും 2 വിഭാഗങ്ങളിലായാണ് മത്സരം. വിജയികളായ 2 വിഭാഗങ്ങളിലെയും 1ഉം 2ഉം 3ഉം വിജയികൾക്ക് സെപ്റ്റംബർ 5-ന് നടക്കുന്ന മാക് 15-ാം വാർഷികാഘോഷ ചടങ്ങിൽ പിന്നണി ഗായകരായ കൃഷ്ണ ചന്ദ്രൻ, ലതിക, സംഗീത സംവിധായകൻ മോഹൻ സിത്താര എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് വെള്ളിച്ചില്ലും വിതറി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗാനസന്ധ്യയിൽ പിന്നണി ഗായകർക്കൊപ്പം വിജയികൾക്ക് പാടാനുള്ള അവസരവും ഉണ്ടാകും. മന്ദലാംകുന്ന് കിണർ പരിസരത്തെ മമ്മിക്കുട്ടിയകത്ത് ബാദുഷയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ലെഫ്റ്റ് വിംഗ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ബുറൈമി റെസ്റ്റോറന്റിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ, ധനീബ്, യഹിയ മന്ദലാംകുന്ന്, എം.സി. ഗഫൂർ, എം.കെ. അബൂബക്കർ, വഹാബ്, എം.കെ. സലിം മാസ്റ്റർ, പി.കെ. നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. അസുഖബാധിതനായി കിടപ്പിലായിരുന്ന ബാദുഷ ബുധനാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത്. എം.എസ്. മൊയ്തു സുഹറ ദമ്പതികളുടെ മകനാണ് പരേതൻ. റിസ്മിന ഭാര്യയും മുഹമ്മദ് ഷെഹദാദ്, റിസ്ന ഫാത്തിമ, ആയിഷ റിസ്വിൻ എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ മിലാന കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മിലാന രക്ഷാധികാരി താഴിശ്ശേരി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ടി.കെ. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മികച്ച ചെറുകഥാ സമാഹാരത്തിനുള്ള കതിർ പുരസ്കാരത്തിന് അർഹനായ തുളസീദാസ് കോട്ടപ്പടിയെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. പനന്തറ ഉരുളുമ്മൽ മസ്ജിദ് കമ്മിറ്റിയും നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ നബിദിനാഘോഷം വർണ്ണാഭമായി. മസ്ജിദ് പരിസരത്ത് സാലിഹ് തങ്ങൾ പതാക ഉയർത്തി നബിദിനാഘോഷ റാലിക്ക് തുടക്കം കുറിച്ചു. മസ്ജിദ് ഖത്തീബ് ഹംസ ഫൈസി പ്രാർത്ഥന നടത്തി. കുട്ടികളുടെ ദഫ്, സ്കൌട്ട്, ഫ്ലവർ ഷോ എന്നിവയും പൂർവ്വ വിദ്യാർത്ഥികളും മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ റാലിക്ക് സ്വീകരണം നൽകി. മധുരപാനീയ പലഹാരങ്ങൾ വിതരണം ചെയ്തു. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച റാലി പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് മൗലീദ് പാരായണം, അന്നദാനം എന്നിവയുണ്ടായി. വൈകിട്ട് മദ്രസ ഗ്രൗണ്ടിൽ നടത്തിയ കുട്ടികളുടെ കലാപരിപാടി ഹസൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ടി.പി. അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. വാലിയിൽ അബ്ദുറഹ്മാൻ, സീദി, സയ്യിദ് മുഹമ്മദ്, ഔസൽ, അക്ബർ, കമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരത്തിൽ പങ്കെടുത്തവർക്ക് 1ഉം 2ഉം സ്ഥാനങ്ങൾക്ക് പുറമെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊതുപരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അവധിയില്ലാതെ മദ്രസയിലെത്തിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി. ഫൈസാൻ ഖിറാഅത്ത് നടത്തി. താരിഖ് നന്ദിയും പറഞ്ഞു. അബ്ദു, ജാബിർ, ഹംസു, മസ്ജിദ് മദ്രസ നബിദിനാഘോഷ കമ്മിറ്റി പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ കിക്കിരിമുട്ടം ത്വാഹ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. കുരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉസ്താദുമാരും പങ്കെടുത്ത നബിദിന ഘോഷയാത്ര ശ്രദ്ധേയമായി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ നസീർ പൂക്കുളം, ജമാൽ താമരത്ത്, ഉസ്താദ് ഷംസുദ്ദീൻ സഹദി, അയ്യൂബ് കിക്കിരിമുട്ടം, ഔസൽ, അനീർ, ഹനീഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഭക്ഷണ വിതരണവും ഉണ്ടായി.
ചിറക്കൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നബിദിനാഘോഷ കമ്മിറ്റിയും ചേർന്ന് മിലാദ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം മഹല്ല് ഖത്തീബ് ശിഹാബുദ്ദീൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് എം കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. യുഎഇ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് പി.കെ. അനീർ മുഖ്യാതിഥിയായി. നബിദിന കമ്മിറ്റി ട്രഷറർ ഇർഷാദ് മാഹിരി, വടക്കുമുറി സദർ മുഅല്ലിം അജ്മൽ അൻവരി, മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം.എ. അബ്ദുൾ റഷീദ്, നബിദിന കമ്മിറ്റി സെക്രട്ടറി ഷിഹാസ് ഹമീദ്, മഹല്ല് കമ്മിറ്റി സെക്രട്ടറി പി.കെ. അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നബിദിന കമ്മിറ്റി പ്രസിഡന്റ് ടി.എം. അബ്ബാസ് സമ്മാന വിതരണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. രാവിലെ 9 മുതൽ 11 വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,940 രൂപ, പവന് 1,19,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കുന്നംകുളത്ത് പോലീസ് സംഘത്തിന് നേരെ ആക്രമണം. കാപ്പപ്രതിയും സംഘവും പിടിയിൽ. 2 പോലീസുകാർക്ക് പരിക്ക്. വധശ്രമം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഗുരുവായൂർ സ്വദേശി അദീബിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. പാലുവായിലെ സ്ഥിരം കുറ്റവാളി റോഷനെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. തിരുവോണ ദിവസം കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഓണാഘോഷ നിറവിൽ നാട്. വിവിധയിടങ്ങളിൽ ഓണാഘോഷ പരിപാടികൾ സജീവം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.